അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. സ്നേഹമുള്ളവരെ, നമുക്കിന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 4-ാമത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നാളെ 4-ാമത്തെ തിങ്കളാഴ്ച പകലാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണ് മുഹറം മാസം നമ്മളിൽ അവശേഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലൊക്കെ നമുക്കിതാ കടന്നു വരാനിരിക്കുകയാണ്. ഒരുപാട് സന്തോഷത്തിലാണ് മുഅ്മിനീങ്ങളൊക്കെ ഉള്ളത്. മുഹറം മാസം കടന്നാൽ പിന്നെ റബീഉൽ അവ്വലിനെ പ്രതീക്ഷിച്ചാണ് ഓരോ വിശ്വാസിയും കാത്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഒരു സമയത്തൊക്കെ ഒരുപാട് സ്വലാത്ത് പറയണം, ഒരുപാട് നബിതങ്ങൾക്ക് മദ്ഹ് പറയണം. ഇന്ന് നമ്മൾ തിങ്കളാഴ്ച രാവിലാണുള്ളത്. തിങ്കളാഴ്ച രാവിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഒരുപാട് മഹത്വമുണ്ട്. പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഗുണം കിട്ടുന്ന, ഒരുപാട് ശ്രേഷ്ഠത കിട്ടുന്ന, മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതലായി അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിവസമാണ്, ഒരു രാവാണ്, ഒരു പകലാണ് തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച പകലും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ സമയത്ത് അള്ളാഹുവിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനും നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടാനും ആ നബിയെ സ്വപ്നത്തിൽ കാണാനുമൊക്കെ ആയിട്ടുള്ള ചില ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട സ്വലാത്തുകളുമാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയുന്നത്. എല്ലാവരും സാഗൂതം ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ, ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. ആദ്യമായി നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസ് തുടങ്ങുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ നേട്ടങ്ങൾ നമുക്ക് വേഗത്തിൽ കിട്ടുന്ന സ്വലാത്താണ് അദദ് സ്വലാത്ത്. നമ്മളൊക്കെ ചൊല്ലുന്ന സ്വലാത്താണ്. പലപ്പോഴും നമ്മൾ മജ്ലിസിൽ ഒരുപാട് വട്ടം ചൊല്ലിയിട്ടുള്ള സ്വലാത്താണ്. സ്വലാത്ത് ചൊല്ലിയതാണെന്ന് പറഞ്ഞ് ചൊല്ലാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് ചൊല്ലിയാലോ? ഒരു വട്ടം ചൊല്ലിയാൽ തന്നെ നിരവധി ഫലമാണ് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് സുന്ദരമായ പവിത്രമായ ഈ ഒരു ടൈമിൽ നമ്മൾ ചൊല്ലിയാൽ നിരവധി പ്രതിഫലമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. عدد ما في علم الله صلاة دائمة بدوام ملك
മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. നമ്മൾ സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മദ്രസയിലൊക്കെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ? മദ്രസയിലും അതുപോലെ തന്നെ നമ്മൾ ഈ ദുആക്ക് ശേഷമെല്ലാം ചൊല്ലുന്ന സ്വലാത്ത്, സാധാരണ സ്വലാത്ത്, ഒരുപാട് നേട്ടമുള്ള സാധാരണക്കാരുടെ സ്വലാത്ത് എന്ന് പറയാൻ പറ്റും അല്ലേ? ഒരുപാട് നേട്ടങ്ങളാണ് ആ സ്വലാത്ത്. നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇനി നമ്മൾ പറയുന്നത് നമുക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്, ഹാജത്തുകളുണ്ട്. അതെല്ലാം അള്ളാഹു നിറവേറ്റി തന്നാൽ എത്രയോ സന്തോഷമായിരിക്കും നമുക്ക് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് കിട്ടാനും നമ്മുടെ ഹാജത്തുകൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോടൊന്ന് ദ്വാരന്നാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹുമ്മ ഖളി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ ഖളി ഹാജാതിനാ يا قاضي الحاجات. اللهم اقض حاجاتنا 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 يا قاضي الحاجات. اللهم اقض حاجاتنا
يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات اللهم اقض حاجاتنا يا قاضي الحاجات. ഇനി നമ്മൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ എല്ലാവരും അവരുടെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ഒരു പുണ്യമായ വചനം ഈ ലോകം മുഴുവനും നമുക്ക് നിറച്ചു വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള അതിവിശാലമായ ഒരു വാക്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ഇത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ ആ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. ഒന്നിച്ചു പറയാം. لا إله إلا الله 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 لا إله إلا الله. ഇനി നമ്മൾ പറയുന്നത് ദുആഉൽ ഖർബാണ്.
അതായത് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും സന്താപങ്ങളും വിഷമങ്ങളൊക്കെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, സ്വഹാബിമാർ പറഞ്ഞിരുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദുആയാണ് ദുആഉൽ ഖർബ്. ആ പേര് തന്നെ തുടച്ചു നീക്കുന്ന എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല നമുക്ക് മാറ്റിത്തരുന്ന പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞേ. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി സലാമത്ത് തരുമാറാവട്ടെ. ആമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش الكريم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم، لا إله إلا الله العظيم الحليم، لا إله إلا الله رب العرش العظيم، لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ സർവ്വകാര്യങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ് വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആ അല്ലേ? എല്ലാ മുഅ്മിനീങ്ങളും മുറങ്ങാതെ പറയുന്നൊരു ദുആയാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാ കാര്യവും ചോദിച്ചിട്ടുള്ള ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ആതിനാ في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا آتنا في الدنيا
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്വഹാബിമാരൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരുപാട് പറഞ്ഞിരുന്നൊരു ഇസ്തിഗ്ഫാർ ഉണ്ട്. അതൊന്ന് പറഞ്ഞാലോ? അവർ പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത ഏറെയാണ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയവരാണ്. എല്ലാം അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാർ പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം إنه كان غفارا أستغفر الله العظيم 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 إنه كان غفارا അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിത്യമായി പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ചില വാക്കുകളാണ്. ഔലിയാക്കന്മാർ നിത്യമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ ഔലിയാക്കന്മാരെ ആ ഒരു പദവിയിലേക്ക് ഉയർത്താൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അല്ലാഹു വാലി, അല്ലാഹു ഷാഫി, അല്ലാഹു കാഫി, അല്ലാഹു ബാഖി, അല്ലാഹു വാലി, അല്ലാഹു ഷാഫി, അല്ലാഹു കാഫി, അല്ലാഹു ബാഖി, അല്ലാഹു വാലി, അല്ലാഹു ഷാഫി,
അല്ലാഹു കാഫി അല്ലാഹു ബാഖി അല്ലാഹു ആലി അല്ലാഹു ഷാഫി 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 അല്ലാഹു കാഫി അല്ലാഹു ബാഖി. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ മശായിഖന്മാർ നിത്യമായി അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ വിറുതുകളിൽപ്പെട്ട അതിമഹത്തായ അള്ളാഹുവിനെ വളരെയധികം വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. ഇതെല്ലാം അള്ളാഹുവിനെ പുകഴ്ത്തി പറയുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിന് അത്രമാത്രം ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞ പ്രധാനപ്പെട്ട ചില വചനങ്ങളാണ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ 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 യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ
يا حنان يا منان يا ديان يا سبحان 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 يا حنان يا منان. അള്ളാഹുവിന് 99 പേരുകളുണ്ടെന്ന് അറിയാലോ. ആ 99 പേരുകളിൽ ഏത് പേര് പറഞ്ഞാലും അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അള്ളാഹുവിന് ഒരുപാട് തൃപ്തിയാണ് അത് പറയുന്ന അടിമക്ക്. അത് പറയുന്ന അടിമയെ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഈ 99 പേരിലും പല പേരുകളും ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുണ്ട്. അത്തരത്തിൽ ഇൻഷാ അള്ളാഹ് ഒരു പേരാണ് നമ്മൾ ഒന്നിച്ച് പറയാൻ പോകുന്നത്. ഇത് പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു തരുമാറാവട്ടെ. ആമീൻ. يا ذا الجلال والإكرام يا الله 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 يا ذا الجلال والإكرام يا الله. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ 99 പേരുകളിലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വളരെ പ്രിയമുള്ള ചില പേരുകളാണ്. ഈ പേരുകൾ പറയുന്നത് അത് പറയുന്നവരെ അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ ഒന്നിച്ചു പറയുകയാണ്. പറഞ്ഞോ. യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് 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 യാ റബ്ബു യാ അല്ലാഹ്
യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ റബ്ബു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ്. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്. അല്ലാഹുമ്മ ഇശ്ഫി അംറാദനാ വ അംറാദ മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാദ്.
അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. അപ്പോൾ ദുആ ചെയ്യുന്നതിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പതിവായിരുന്നു, ദ്വാരക്കുന്നതിന് മുമ്പ് നബി തങ്ങൾ എന്ത് ചെയ്യും, സാധാരണ സൂറത്തുകൾ ഓതിയിട്ട് ദ്വാരക്കുമായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയാണ് അല്ലേ? നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് ദ്വാരെന്നാൽ വേഗത്തിൽ അല്ലാഹു തആല, ഒന്നുകൂടി വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് നമുക്ക് ദ്വാരക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പായി ഒരു ഫാത്തിഹായും ഒരു സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ഒന്ന് ചോദിക്കോ, ഈ നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കേട്ടിരുന്നാൽ തന്നെ അവർക്ക് ഇൻഷാ അല്ലാഹ് അതിൻ്റെ പുണ്യം കിട്ടുന്നതാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് നിനക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഇസ്മുകൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുത്തായ റസൂലിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞ മജ്ലിസാണ്. ഇരിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ ഞങ്ങളെല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പിഴവുകൾ പറ്റിയവരാണ്, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും നീ നൽകണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാര്, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര് ആരെല്ലാം ഉണ്ട് എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്, ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാരെയും നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ ഉപ്പമാരെയും നീ ഖബൂലാക്കണേ അല്ലാ.
കൊച്ചുമക്കളെ നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു എല്ലാ സഹോദരിമാർക്കും എല്ലാവിധ ഖൈറും നീ കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഞങ്ങൾ ഒരുപാട് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. ഞങ്ങളുടെ ഉപജീവനത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടം നീ ലാഭകരമാക്കണേ അല്ലാ. ബിസിനസ്സിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളുടെ തൊഴിലിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ കൃഷിയിൽ നീ എല്ലാവിധത്തിലുള്ള ഖൈറും നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങളാണ് ഓരോ ദിവസവും ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ പ്രത്യേകം ദുആരക്കാൻ വസിയ്യത്ത് പറയുന്നത്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ, മാരകമായതും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാ വലുതും ചെറുതുമായ രഹസ്യവും പരസ്യവുമായ അല്ലാഹുവേ എല്ലാ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരെയും പ്രത്യേകിച്ച് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളെ അല്ലാഹുവേ ഉന്നതമായ പഠനം നീ അവർക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ പഠനത്തിൽ നീ മികവ് കൊടുക്കണേ അല്ലാ. അവരുടെ വളർച്ചയും ഉയർച്ചയും കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്ക് അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക് അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട് റഹ്മാനെ, അവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര് അല്ലാഹു വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നു റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ജീവിക്കുന്ന കാലത്തോളം നിന്നെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിലായി ഇഖ്ലാസിലായി ജീവിച്ച് മരിക്കാൻ നീ തൗഫീഖ് തരണേ അല്ലാ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അതുപോലെ തന്നെ പല റിസൾട്ടുകളും പല ടെസ്റ്റിന്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ് റഹ്മാനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വേദനിപ്പിക്കല്ല റഹ്മാനെ, വിഷമിപ്പിക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, എന്തെല്ലാം മുസീബത്തുകൾ നീ ഞങ്ങൾക്ക് വിധിച്ചിട്ടുണ്ടോ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ടല്ല മുസീബത്ത്, ആപത്ത്, സിഹർ, കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാ. ഹജ്ജിനും ഉംറക്കും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. പരിശുദ്ധമായ മുഹറം മാസത്തിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള പുണ്യമായ ദിനങ്ങളിൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഫലസ്തീൻ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഒരുപാട് പ്രദേശത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. അവർക്കെല്ലാവർക്കും നീ സഹായം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുള്ള ആളുകളുണ്ട്, കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പല സ്ഥലത്തും മഴ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. അല്ലാഹുവേ, ആദാബാകുന്ന മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഷർറാകുന്ന മഴയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകുന്ന മഴയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. കഠിനമായ വെയിലുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാഹുവേ പടച്ചവനെ, വെയിലിൽ നിന്നും നീ ഞങ്ങൾക്ക് ശമനം നൽകണേ അല്ലാ. കഠിനമായ ചൂടിൽ നിന്നും രക്ഷയായി ഞങ്ങൾക്ക് മഴ നൽകണേ അല്ലാ. മഴ നീ ഞങ്ങൾക്ക് ആദാബാക്കല്ലേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب ارحمهما كما ربياني صغيرا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസിനെ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ പറഞ്ഞ ദിക്റും ഔറാദുകളും തസ്ബീഹുകളും സ്വലാത്തുകളും എല്ലാം അല്ലാഹു തആല പരിപൂർണമായി ഖബൂലാക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.